കുറച്ച് നാളുകൊണ്ട് ഈ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം, ഈ ചക്രാസ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ദേഹം ഉണ്ടല്ലോ, ഇത് ഫിസിക്കൽ ബോഡി. ഇതിന് പുറമേ നമുക്കൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിന് പേരാണ് പ്രാണിക് ബോഡി. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ദേഹത്തിന് ഉള്ളിലും പുറത്തും ഇങ്ങനെ വ്യാപിച്ചിരിപ്പുണ്ട്. അതിനെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ സൂക്ഷ്മ ശരീരത്തിനെ പണ്ടേ കാലത്ത് നമ്മുടെ സിദ്ധന്മാർ അവരുടെ ധ്യാനത്തിൽ ജ്ഞാനക്കണ്ണുകൊണ്ട് കണ്ടിട്ട് അവർ പറഞ്ഞതാണ്, ഈ പ്രാണിക് ബോഡിയിൽ 72,000 നാഡികളും 108 ചക്രാസും ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നാഡികൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ PVC വാട്ടർ പൈപ്പില്ലയോ, അതുപോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ 72,000 നാഡികളിൽ 3 നാഡികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ആ 3-ലും 1-നെ പ്രാധാന്യം കൊടുത്ത് സിദ്ധന്മാർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സുഷുമ്നാ നാഡി. ഈ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് എവിടുന്ന് എവിടം വരെ പോകും? അതായത് നമ്മളുടെ ആസനവായിക്ക് അടുത്തുള്ളതാണ് മൂലാധാര ചക്ര. ആ മൂലാധാര ചക്രയിൽ നിന്ന് തുടങ്ങി നേരെ മേളി വന്ന് നമ്മുടെ തല ഉച്ചിയിലുള്ള സഹസ്രാരം വരെ വന്ന് നിൽക്കും. ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് ട്യൂബിനെയാണ് സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. ഈ നാഡിക്ക് വലത്തെ സൈഡ് പിംഗള നാഡിയും ഇടത്തെ സൈഡ് ഇടാ നാഡിയും ഉണ്ട്. അപ്പം ഈ നാഡികളുടെ ജോലി എന്തുവാന്ന് വെച്ചാൽ, ഇതിനകത്താണ് ഈ എനർജി, അതായത് പ്രാണശക്തി ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ജീവനുള്ളവരെ ഈ പ്രാണ ഓട്ടം ഇങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഈ പ്രാണൻ ഓടുന്ന ഈ നാഡികളിൽ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ പ്രാണശക്തി ഓടുന്നതിൽ തടസ്സമുണ്ടാകും, അത് സ്ലോ ആകും. ഓക്കെ, അതുമാത്രമല്ല ഈ സുഷുമ്നാ നാഡിയിലെ ഈ 7 സ്ഥലത്ത് എനർജി കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഈ 7 സ്ഥലങ്ങളെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. ചക്ര എന്ന് പറയുന്നത് തന്നെ സാൻസ്ക്രിറ്റ് വാക്കാണ്. അപ്പം ഈ ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ചക്രം പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇത് വന്ന് നമ്മുടെ ദേഹത്തോടുള്ള ഈ ചക്രാസ് ക്ലോക്ക് വൈസ് ഇങ്ങനെ ചുറ്റും, ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മുൻജന്മം ചെയ്ത നല്ല കർമാക്കൾ, കെട്ട കർമാക്കൾ, നമ്മുടെ അമ്മയച്ഛനും ചെയ്തത്, അവരുടെ അമ്മയച്ഛനും ചെയ്തത്, അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന കുറേ കർമാക്കളുടെ ഇഫക്റ്റ് നമ്മുടെ ചക്രാസിലുണ്ട്. അപ്പോൾ ഈ ചക്രാസിൽ നെഗറ്റീവ് കർമാസ് കൂടുമ്പം അവിടെ ബ്ലോക്കേജ് വരും. അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ ആ അഴുക്കുകളെ, അടപ്പുകളെ, ബ്ലോക്കേജിനെ എടുക്കുക. അതിന് പേരാണ് ചക്ര ഹീലിംഗ്.